ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യന് ചാർത്താനുള്ള തങ്ക അങ്കി പുറത്തേക്ക് എത്തിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ന് തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിലെത്തും. 27-നാണ് മണ്ഡലപൂജ. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇനി അല്പസമയം കഴിഞ്ഞാണ്. അതിന് മുൻപ് ഇപ്പോൾ തങ്കയങ്കി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രോഹിണി, തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുകയായി. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും, ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി പുറത്തേക്ക് എടുത്തു, ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിച്ചു. അത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള രഥത്തിലേക്ക് തങ്കയങ്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ. തുടങ്ങും. തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. വലിയ ഭക്തജന സാന്നിധ്യത്തിൽ, വലിയ ഭക്തജന തിരക്കിലാണ് ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്, ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ അയ്യപ്പൻ്റെ തങ്കയങ്കി രാവിലെ 5 മണിക്ക് ആറന്മുള ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനായിട്ട് കൊടിമര ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയം, അല്ലെങ്കിൽ ആ 5 മണി മുതൽ ഇതുവരെയുള്ള സമയത്ത് നിരവധി ഭക്തർ, വലിയ ഭക്തജന തിരക്ക് തങ്കയങ്കി ആരംഭിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രത്യേകമായിട്ട് തയ്യാറാക്കി അലങ്കരിച്ചിട്ടുള്ള ശബരിമലയുടെ ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പുസ്തകങ്ങൾ കൊണ്ടും വർണ്ണാഭമായിട്ടുള്ള മറ്റ് ദീപങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ അലങ്കരിച്ചിട്ടുള്ള രഥത്തിൽ തങ്കയങ്കി കയറ്റി വെച്ചിരിക്കുകയാണ്. ആ രഥം നീങ്ങി തുടങ്ങുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് തങ്കയങ്കിക്കുള്ളത് ശബരിമല വരെ. ഇന്നിപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര 26-നാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നുണ്ടാവുക. 26-ന് ഉച്ചയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തങ്കയങ്കി ഇറക്കി വെക്കും. അതിനുശേഷം അവിടെ വിശ്രമത്തിന് ശേഷം 3 മണിയോട് കൂടിയിട്ടാണ് പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുന്നുണ്ടാവുക. അതിനുശേഷം 26-ന് വൈകുന്നേരം തങ്കയങ്കി സന്നിധാനത്ത് എത്തിക്കും. അന്ന് വൈകിട്ട് സന്നിധാനത്ത് ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പസ്വാമിക്ക് ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് ദീപാരാധന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതിനുശേഷം 27-ന് മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കും. മണ്ഡലപൂജ ചടങ്ങുകൾ അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് നടത്തുന്നുണ്ടാവുക. ഈ അയ്യപ്പനെ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ഒരു ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകരാണ് ആ ദിവസങ്ങളിൽ മാത്രം സന്നിധാനത്തേക്ക് എത്തുന്നത്. എന്തായാലും ചടങ്ങുകളൊക്കെ അതിന്റെ സ്വാർത്ഥമായിട്ടുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് രോഹിണി. ഇനി തൊട്ടടുത്തുള്ള മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. അതുകൂടാതെ മറ്റു നിരവധി കേന്ദ്രങ്ങളിലും ഇന്ന് തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരും. 25ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ തങ്കയങ്കി ഇറക്കി വെക്കും. അവിടെയൊക്കെ തീർത്ഥാടകർക്ക് എത്തി ദർശനം നടത്തുവാനും ഈ തങ്കയങ്കി കണ്ടു തൊഴുവാനുമുള്ള അവസരം ഉണ്ട്. അതുകൂടാതെ നാളെയും മറ്റന്നാളുമായിട്ടും ഈ രീതിയിൽ തന്നെ പല കേന്ദ്രങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ തങ്കയങ്കി എത്തിക്കുന്നുണ്ടാവും. തങ്കയങ്കി ഇറക്കി വെക്കും. അവിടെയൊക്കെ തീർത്ഥാടകർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നതിനും കണ്ടു തൊഴുന്നതിനും, തങ്കയങ്കി കണ്ടു തൊഴുന്നതിനുമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ട്. എന്തായാലും ഈ കടന്നു പോകുന്ന പാതയിലൊക്കെ തന്നെ ഇത്തരത്തിൽ തീർത്ഥാടകർ വലിയ രീതിയിൽ തടിച്ചുകൂടി ഇതിന് സ്വീകരണം നൽകും. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. കണ്ടു തൊഴുവാനൊക്കെ തന്നെ വഴിയുടനീളം ആൾക്കാർ, തീർത്ഥാടകർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ വർഷവും. എന്തായാലും ഇന്നും ഈ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ഈ പാതയിൽ ആറന്മുള ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായിട്ട് ആരംഭം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 1973 ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹം ശബരിമല ശ്രീധർമ്മ ശാസ്താവിന് കാണിക്കയായിട്ട് അർപ്പിച്ചിട്ടുള്ളതാണ് ഈ തങ്കയങ്കി എന്ന് പറയുന്നത്. 420 പവൻ തൂക്കം വരുന്ന തങ്കത്തിൽ നിർമ്മിച്ചിട്ടുള്ള അയ്യപ്പന് ചാർത്താനുള്ള മുഖപ്പാണ്, അങ്കിയാണ് ഈ തങ്കയങ്കി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീടുള്ള കാലങ്ങളിലൊക്കെ തന്നെ മണ്ഡലപൂജ സമയത്ത് അയ്യപ്പന് ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് ശബരിമലയിലെ ചടങ്ങുകളൊക്കെ ആചാരപൂർവ്വം നടക്കാറുള്ളത്. അത് മാത്രമല്ല, ഇത് കൊണ്ടുപോകുന്ന ഈ ഒരു രഥം, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ആ രഥത്തിന് പോലും അതിൻ്റെതായിട്ടുള്ള ഐതിഹ്യമുണ്ട്. അതായത് കൊല്ലീരത്ത് എന്ന് പറയുന്ന തറവാട്ടിലുള്ള തങ്കപ്പനാചാരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു ഈ അയ്യപ്പന്റെ തങ്കയങ്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള രഥം നിർമ്മിക്കുവാനായിട്ട് ആചാരപരമായിട്ട് നിയോഗമുണ്ടായിരുന്നത്. വർഷങ്ങളായിട്ട് അദ്ദേഹം അത് പിന്തുടർന്നു വന്നു. ഇവിടെ നിന്നും ആറന്മുളയിൽ നിന്നും കോട്ടയത്ത് എത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം രഥം നിർമ്മിച്ചിരുന്നത് ആദ്യ കാലഘട്ടം. അദ്ദേഹത്തിന്റെ ജീപ്പാണ് ഇവിടെ കോട്ടയത്ത് കൊണ്ടുപോയി രഥമാക്കി രൂപം മാറ്റിക്കൊണ്ട്
വന്നിരുന്നത്. ഒരു കാലയളവിൽ ഇത്തരത്തിൽ കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ച് ആ രഥം മോഷണം പോവുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം അവിടെ നിന്നും അയ്യപ്പനെ മനമുരുകി പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തന്റെ രഥം അയ്യപ്പ ലഭിക്കുകയാണെങ്കിൽ താൻ ഇനി മുതൽ എല്ലാ വർഷവും തന്റെ വീട്ടിൽ വെച്ച് തന്നെ അത് രഥമാക്കി നിർമ്മിച്ചുകൊണ്ട് ഇനി തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ പങ്കെടുക്കാമെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സുകൊണ്ട് ചേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ അല്ലെങ്കിൽ അതിനോട് തൊട്ടുചേർന്ന നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ജീപ്പ് കോട്ടയം നഗരത്തിന് സമീപത്തിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ കോട്ടയത്ത് പോകാതെ തന്നെ അയ്യപ്പനോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ വെച്ച് രഥം നിർമ്മിച്ചു തന്റെ വാഹനത്തെ ജീപ്പിനെ രഥമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നീടുള്ള കാലങ്ങളിൽ ഇത്തരത്തിൽ തങ്കയങ്കി പഠിക്കുവാനുള്ള നിയോഗം ഏറ്റെടുത്തു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടു, തങ്കപ്പനാചാര്യൻ മരണപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അജി തങ്കപ്പനാണ് ആ നിയോഗം തുടർന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ സാരഥിയായിട്ട് ഈ കുറെ വർഷങ്ങളായിട്ട് ഈ അയ്യപ്പന്റെ രഥം ചലിക്കുന്നത് തേരാളിയായിട്ട് അജി തങ്കപ്പനാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഈ ഒരു രഥത്തിന് പോലും അതിൻ്റെതായിട്ടുള്ള ചരിത്രവും ഐതിഹ്യവും ഉണ്ട് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്ന കഥകൾ എന്ന് പറയുന്നത്. എന്തായാലും അതേക്കുറിച്ച് തന്നെ വളരെ ഭക്ത്യാദരപൂർവ്വം തന്നെയാണ് ഭക്തർ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, ഈ ഒരു തങ്കയങ്കി ഘോഷയാത്രയെ നോക്കിക്കാണുന്നത്. എന്തായാലും അതിനുള്ള ചടങ്ങുകളൊക്കെ അങ്ങനെ വളരെ വർണ്ണാഭമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിക്കുന്നതായിട്ടുള്ള നിരവധി തീർത്ഥാടകരുണ്ട്, ദേവസ്വത്തിന്റെ അധികൃതരുണ്ട്, ഒപ്പം സായുധ സേനാനികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ആചാരപൂർവ്വവും അതോടൊപ്പം തന്നെ ഐതിഹ്യപൂർവ്വവും ഒക്കെ തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. സായുധധാരികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ തങ്കയങ്കിക്ക് സുരക്ഷ അകമ്പടിയായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ട് കൂടെയുള്ളത്. ഒപ്പം ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരടക്കം ഉണ്ട്. സ്പെഷ്യൽ ഓഫീസറായിട്ട് ഇക്കുറി മലയാളപ്പുഴ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇക്കുറി ഈ തങ്കയങ്കിക്ക് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഇക്കുറി ഉള്ളതെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിന്റെ സ്ട്രോങ് റൂമിൽ നിന്നും തങ്കയങ്കി പുറത്തേക്ക് എടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെ 5 മണി മുതലായിരുന്നു തീർത്ഥാടകർക്ക് ആറന്മുള ക്ഷേത്രത്തിൽ ഇത് ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരുന്നത്. എന്തായാലും ആ അവസരത്തിലൊക്കെ തന്നെ നൂറുകണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തി ഇതിനെ ദർശിക്കുവാൻ അതെ, ഗൂഗിൾ പറഞ്ഞതുപോലെ തൊഴുകയോടെ ഭക്തിസാന്ദ്രമായി തങ്കയങ്കിയോടൊപ്പം അങ്ങനെ ഭക്തർ നീങ്ങുകയാണ്. നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിക്കുന്നത്. ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഗോകുൽ, ആദ്യം സ്വീകരണം ഏറ്റുവാങ്ങുക എവിടെയായിരിക്കും? ഈ ഘോഷയാത്ര പോകുന്ന വഴിയിലെല്ലാം വലിയ ഭക്തജന തിരക്ക് തന്നെയല്ലേ അനുഭവപ്പെടുന്നത്? കാരണം ഭഗവാന് ചാർത്താനുള്ള തങ്കയങ്കിയാണ്. അതൊരു നോക്ക് കണ്ട് അത് വണങ്ങുന്നതിനും അതൊന്ന് കാണുന്നതിനുമായി നിരവധി പേർ തന്നെയല്ലേ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലുടനീളം നിൽക്കുന്നത്. രോഹിണി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ആദ്യം എത്തിച്ചേരുന്നുണ്ടാവുക മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലാണ്. അത് ആറന്മുള ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ഗണപതി ക്ഷേത്രം തന്നെയാണ്. അതിനുശേഷം കുന്നംതോട്ടം ദേവീക്ഷേത്രം, ചവിട്ടുകുളം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ദേവീക്ഷേത്രം എന്നിവ തുടങ്ങി 29 കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഈ തങ്കയങ്കി സ്വീകരണം നൽകുന്നുണ്ടാവുക. 29 കേന്ദ്രങ്ങളിലാണ് തീർത്ഥാടകർക്ക് തങ്കയങ്കി കണ്ടുപോകാനായിട്ട് ഇന്നത്തെ ദിവസം അവസരമുണ്ട്. ഇന്ന് വൈകിട്ട് രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ആ ഒരു യാത്ര അവസാനിക്കുന്നുണ്ടാവുക. ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്നത്തെ ആദ്യ ദിവസത്തെ പ്രയാണം അവസാനിക്കുന്നുണ്ടാവുക. തുടർന്ന് നാളെ രാവിലെ വീണ്ടും രഥപ്രയാണം ആരംഭിക്കും. നാളെ ഒരു രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര നാളെ ഏകദേശം 23 കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. തുടർന്ന് നാളെ രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് യാത്ര സമാപിക്കുന്നുണ്ടാവുക. തുടർന്ന് മറ്റന്നാൾ, അതായത് 25-ാം തീയതി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ് 25-ാം തീയതി പ്രയാണം ആരംഭിക്കുന്നുണ്ടാവുക. 25-ാം തീയതി 16 കേന്ദ്രങ്ങളിലാണ് ഈ രഥയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ടാവുക. അതിനുശേഷം അവസാന ദിവസമായിട്ടുള്ള 26-ാം തീയതി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. രാവിലെ 7 മണിക്ക് അവിടെ നിന്നും ആരംഭിച്ച് ലാഹാപത്രം, മാപ്പള്ളി, നിലയ്ക്കൽ ക്ഷേത്രം, അതോടൊപ്പം തന്നെ ചാലക്കയം എന്നിവിടങ്ങളിൽ യാത്ര നടത്തി പമ്പയിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി യാത്ര പമ്പയിൽ 26-ാം തീയതി എത്തിച്ചേരും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ രഥത്തിൽ നിന്നും തങ്കയങ്കി പുറത്തേക്ക് എടുത്ത് വെക്കും. അതിനുശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് കണ്ടുകൊള്ളാനായിട്ടുള്ള അവസരമുണ്ട്. തുടർന്ന് അവിടെ ഭക്ഷണവും വിശ്രമവും. അതിനുശേഷം 3 മണിയോടുകൂടി പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും
തങ്കയങ്കി തലച്ചുമടായിട്ട് സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. ശരൺകുത്തിയിൽ വെച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ദേവസ്വം നൽകും. ദേവസ്വം അധികൃതർ ശരൺകുത്തിയിൽ വെച്ച് ഇതിനെ ഏറ്റുവാങ്ങും, തങ്കയങ്കി ഏറ്റുവാങ്ങും. തുടർന്ന് വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. സന്നിധാനത്ത് 18-ാം പടി ചവിട്ടി തങ്കയങ്കി കൊടിമരച്ചുവട്ടിലെത്തും. കൊടിമരച്ചുവട്ടിൽ തന്ത്രിയും മേൽശാന്തിയും മറ്റു ദേവസ്വം അധികൃതരും ചേർന്നുകൊണ്ട് ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകി തങ്കയങ്കിയെ സോപാന പടിയിലൂടെ ശ്രീകോവിൽ മുന്നിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ശ്രീകോവിലിൽ നിന്നും തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് അയ്യപ്പന് ഈ തങ്ക അണിഞ്ഞു ചാർത്തിക്കേണ്ട അന്നത്തെ ദിവസം ഈ ദീപാരാധന ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. തുടർന്ന് അതിനുശേഷമുള്ള പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് ശബരിമലയിൽ നടക്കുന്നത്. ഈ ചടങ്ങുകളൊക്കെ കണ്ടുപോകാനായിട്ട് 10,000-കണക്കിന് ഭക്തർ എല്ലാ വർഷവും ശബരിമലയിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് അടുത്ത ദിവസം 27-നാണ് മണ്ഡലപൂജ നടക്കുന്നുണ്ടാവുക. രാവിലെ 11 മണിയോടുകൂടി ശബരിമലയിൽ മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കും. അതായത് അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ട് കലശാഭിഷേകവും കളഭാഭിഷേകവും അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടുകൂടി മണ്ഡലകാലത്തിന് കൂടി പരിസമാപ്തിയാവും. 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലത്തിന് കൂടി പരിസമാപ്തിയാകും. അതിനുശേഷം